ബഹുവന്യരായ മഹത്തുക്കളെ, ഈ യോഗത്തിൻ്റെ മഹത്തായ ഉദ്ഘാടന കർമ്മവും പ്രകാശന കർമ്മവും നിർവഹിച്ച അബ്ദുൽ നാസർ തങ്ങൾ, അതുപോലെ ഇവിടെ വിഷയ അവതരണം നടത്തുന്ന സലാഹുദ്ദീൻ വൈസി വല്ലപ്പുഴ, അബ്ദുസലാം വൈസി, സി ഹംസ സാഹിബ്, ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ ഹാജി കെ മുഹമ്മദ് ഫൈലി അടക്കമുള്ള ഈ സ്ഥാപനത്തിലെ ബഹുവന്യ ഉസ്താദുമാർ, പ്രിയപ്പെട്ട മോമിനികളെ, സഹോദരങ്ങളെ, വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാനിരിക്കുന്നത്. പ്രസംഗം പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് പ്രസംഗ പരിശീലനത്തിന് പറ്റിയൊരു വിഷയമാണ് സഹാബ. വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു വിഷയം. ആ സഹാബത്തിൻ്റെ ഏതെല്ലാം പഹലു, അതിൻ്റെ ഏതെല്ലാം വശങ്ങൾ, അതിനെ സംബന്ധിച്ച് നമ്മളൊരു ചർച്ചയിലേക്ക് കടക്കുമ്പോൾ വളരെ ഗഹനമായൊരു വിഷയമാണ്. മൊത്തമായി സഹാബത്തിനെ പറഞ്ഞാൽ ജാമിയ നൂരിയ അറബി കോളേജും സഹാബത്തും ഒരുമാതിരിയ. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ജാമിയ നൂരിയ അറബി കോളേജ് എന്ന സ്ഥാപനം മതവിദ്യാഭ്യാസമാണ് ഇവിടെ പ്രാമുഖ്യം നൽകുന്നത്. ഖുർആനും ഹദീസും ഫിഖ്ഹുകളുമാണ് ഇവിടെ മെയിൻ വിഷയം. പക്ഷേ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ വ്യത്യസ്ത മേഖലകളിൽ, നേരത്തെ ഇവിടെ സിദ്ദീഖ് വൈസി പ്രസംഗിക്കുന്നത് കേട്ടു, വ്യത്യസ്ത മേഖലകളിൽ രാഷ്ട്രീയ രംഗത്ത്, പ്രബോധന രംഗത്ത്, ഗ്രന്ഥരചനാ രംഗത്ത്, വ്യവസായിക രംഗത്ത് എന്ന് വേണ്ട ഏതെല്ലാം രംഗങ്ങളുണ്ടോ ആ രംഗങ്ങളിൽ മുഴുവനും ഇന്ന് ഫൈസിമാര് വളരെ ഒരു കുഞ്ചിത സ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. എന്തിനധികം, ഇന്ന് സമസ്തയുടെ മഹാന്മാരായ നേതാക്കന്മാരൊക്കെ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയവരാണ്. അതേസമയത്ത് ഈ സ്ഥാപനത്തിനകത്ത് സംഘടനാ പാഠവും, അല്ലെങ്കിൽ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ മറ്റുള്ള എക്കണോമിക്സ്, ഈ ജാതി ഒരു ഇക്സുകളും ഇവിടെ ഇല്ല. പക്ഷേ പഠിച്ചിറങ്ങിയ ആളുകൾ എല്ലാ രംഗത്തും ഇന്ന് വ്യത്യസ്ത രംഗങ്ങളിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആളുകളെ അവരെ മുൻനിർത്താൻ ഇന്ന് എല്ലാവരും ഉണ്ടെങ്കിലും ഫൈസിമാരെ മുൻനിർത്താൻ ആള് കുറവാ. സംഗതി പറയുകയാണെങ്കിൽ എല്ലാ രംഗത്തുള്ളത് പല ആളുകളും പറയും അവരിത്ര ഡോക്ടർമാരായി, ഇവരിത്ര ഡോക്ടറേറ്റ് കിട്ടി എന്നൊക്കെ പറയും. ഫൈസിമാർക്ക് എത്ര ആൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയെന്ന് നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ വിഷയങ്ങളിലും അൽഹംദുലില്ലാ ഫൈസിമാര് വളരെ മുന്നിലാണ്. പഠിച്ചത് എന്തേനു? മഹാന്മാരായ ഉസ്താദ്മാരിൽ നിന്ന് ഖുർആനും ഹദീസും ഓല് പഠിച്ചത്, മെയിനായ ഫിഖ്ഹും. ഇത് പഠിച്ച് എല്ലാ രംഗത്തും അവര് പ്രശോഭിതരായ ഒരു വസ്തുതയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഫൈസിമാരാണ്. സമസ്തയുടെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്നവരൊക്കെ ഫൈസിമാരാണ്. ഗ്രന്ഥകാരന്മാരായിട്ട് എന്ന് വേണ്ട എല്ലാ രംഗത്തും അവരുണ്ട്. ഇതേ അവസ്ഥയാണ് സഹാബത്തിൻ്റെ. സഹാബത്ത് എന്തേ പഠിച്ചു എന്ന് വെച്ചാൽ മദീനയിലെ പള്ളിയിലെ ആ ചെരുവിലിരുന്ന്, ഏറെക്കുറെ ആ കോലത്തിലാണ് ഇവിടെ ഉള്ളത്, ആ ചെരുവിലിരുന്നു കൊണ്ട് ആയത്തും ഹദീസും മാത്രം പഠിച്ചത്, ഫിഖും കൂടി പഠിച്ചിട്ടില്ല. ഫിഖ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഫിഖ് എന്നല്ലാതെ മറ്റൊരു ഫിഖ് പഠിച്ചില്ല. പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കണം, അവർ ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളെല്ലാം തന്നെ അതിൻ്റെ അത്യുന്നതയിലെത്തി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ പറ്റിയിട്ട്? എല്ലാ മേഖലകളും അവർ അതിൻ്റെതായ വ്യതിരിക്തത പ്രകടിപ്പിച്ചു. ഒരു മേഖലയും അവർ കൈകാര്യം ചെയ്തതായിട്ടില്ല. പടത്തലവനാണോ അത്, യുദ്ധമാണോ അത്, ശാന്തിയാണോ അത്, സമാധാനമാണോ, എന്തെന്ന് വേണോ. നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ ഒരു കുട്ടി വിദ്യാർത്ഥിയായിരിക്കും, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. മഹാനവറുകളുടെ ആ മതസഹിഷ്ണുതയുടെ നിതാന്ത നിദർശനമായി. പക്ഷെ അതിന്റെ ബാക്കി കൂടി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മസ്ജിദുൽ അഖ്സയിൽ ബൈത്തുൽ മുഖദ്ദസിൽ ചെന്ന സമയത്ത് അസറിന്റെ സമയമായപ്പോൾ അന്നത്തെ പാത്രിയാർക്കീസ്
അതായത് ഉമറുൽ ഖത്താബ് അവിടെ ചെന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോല് നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ തരൂല, ഇലിയാവിന്റെ ഭരണം പിടിച്ചെടുക്കാൻ ഉമർ വന്നേ മതിയാവൂ എന്ന് അവിടുത്തെ ആ പാത്രിയാക്കീസ് വാശി പിടിച്ചപ്പോഴാണ് ഉമർ എന്നവരവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് ചർച്ചകൾ നടന്നിട്ട് പറഞ്ഞു, ഈ താക്കോൽ ഇത് നിങ്ങളുടെ കയ്യില്. ആ സമയത്താണ് അസറിന്റെ സമയമാവുന്നത്. അന്ന് അവിടെ പള്ളിയൊന്നുമില്ല, അതുകൊണ്ട് ബാങ്ക് വിളിക്കുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ആയിക്കൊള്ളണമെന്നില്ല. ആ നേരമാണ് അസറിന്റെ സമയമാണ്. അസർ സമയമായപ്പോൾ ആ പാത്രിയാക്കീസ് പറഞ്ഞു, അയാളുടെ സ്വന്തം കനീസത്തുൽ ഖിയാമ എന്ന് പറയും, ആ ചർച്ചിന്റെ പേര് ഇന്നും ലോകത്തതുണ്ട്, കനീസത്തുൽ ഖിയാമ. ആ ഖിയാമയിൽ നിങ്ങൾ നിസ്കരിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഞാൻ അതിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ എന്താണ് സംഭവിക്കുക? നാളെ മുസ്ലിങ്ങൾ ഇത് ഉമർ നിസ്കരിച്ച സ്ഥലമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കിട്ടിയേ മതിയാവൂ എന്ന് വാശി പിടിച്ച് അവസാനം അതിന്റെ അടിഭാഗത്ത് വെച്ച് നിസ്കരിച്ചു. അവിടെയാണ് ഇന്ന് മസ്ജിദ് ഉമറുൽ ഖത്താബ്. ഈ ചർച്ചും ഈ രണ്ടും കൂടി ഇവിടുന്ന് ആ ചീനി നിൽക്കുന്ന ഒരു ദൂരം മാത്രമേ ഉള്ളൂ. അത്തരടുത്ത് ഈ പള്ളി അവസാനിക്കുന്നിടത്താണ് ഈ ചർച്ച് തുടങ്ങുന്നത്. അങ്ങനെ അതിന്റെ ബാക്കി കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ വിശാലതയുടെയും മഹാമനസ്കതയുടെയും തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത്. ഈ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചർച്ച് പൊളിച്ചില്ല, ചർച്ച് അവിടെ നിലനിർത്തി. ആ ചർച്ച് ഇന്നും നിലനിൽക്കുകയാണ്. അങ്ങനെ ഒരു 100-300 കൊല്ലക്കാലത്തെ ഭരണശേഷം ബൈത്തുൽ മുഖദ്ദസ് നമുക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ബൈത്തുൽ മുഖദ്ദസ് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. എല്ലാവരും വളരെ വിഷമത്തിലായി. 100 കൊല്ലക്കാലം ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സ, ആ ബൈത്തുൽ മുഖദ്ദസ് സമുച്ചയത്തിലെ പ്രധാന ഭാഗമായ മസ്ജിദുൽ അഖ്സയും ഖുബ്ബത്തു സഹറാവും ആ പോർച്ചുഗീസുകാരുടെ ആയുധം സൂക്ഷിക്കാനുള്ള സ്ഥലമായിരുന്നു. 100 കൊല്ലം അവിടെ നിസ്കാരം നടന്നില്ല. അതിന്റെ ശേഷമാണ് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി മഹാനവറുകൾ വന്നുകൊണ്ട് ആ ഖുദ്സിനെ മോചിപ്പിക്കുന്നത്. ആ മോചിക്കുന്ന സമയത്ത് അവിടുത്തെ മുസ്ലിങ്ങൾ പറഞ്ഞു, ഇനി ഒരിക്കലും ഈ പള്ളി ഇവിടെ നിർത്താൻ പാടില്ല. കാരണം ഈ ഭരണം ആരംഭിച്ച സമയത്ത് മുസ്ലിങ്ങളുടെ രക്തപ്പുഴകളാണ് അവർ ഒഴുക്കിയിരിക്കുന്നത്, അതുകൊണ്ട് ഇത് പൊളിക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി പറഞ്ഞത് എന്താണെന്നറിയോ? ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അംഗീകരിച്ച ഒരു വസ്തുതയാണ്, അതുകൊണ്ട് നമ്മൾ ഇത് പൊളിക്കാൻ ഒരിക്കലും തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാലാകാലങ്ങളായി 948 വരെ അത് പൂർണ്ണമായി നമ്മളെ കയ്യിൽ, 48-ന് ശേഷം ഭാഗികമായി അല്പാൽപ്പം നഷ്ടം വന്നു. 960-ഓടുകൂടെ നല്ലൊരു ഭാഗം നഷ്ടമായി. ഇന്നും അൽഹംദുലില്ലാഹ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ആ സഹാബത്ത് കാണിച്ച നിതാന്തമായ നിദർശനങ്ങളാണ് സത്യത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ എല്ലാ മേഖലകളിലും അവർ വിരാജിച്ചിരുന്നു. അവരുടെ മെയിൻ വശം എന്തായിരുന്നു? ബിസിനസ്സുകാരുണ്ടായിരുന്നു. സഹാബത്താന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തസ്ബീഹ് മാലയിട്ട് മാത്രം നടക്കുന്നല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നല്ല ബിസിനസ്സുകാരനായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നല്ല ബിസിനസ്സുകാരായിരുന്നു. മൂല്യന്മാരുണ്ടായിരുന്നു, പണ്ഡിതന്മാര്. നിങ്ങളൊക്കെ പഠിച്ചവരറിയാം. അബാദിലത്ത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, ഈ 3 അബാദില, ഈ 3 അബ്ദുള്ളകൾ, ഇവർക്ക് വേറൊരു പണിയില്ല. കൂട്ടത്തിൽ അനസ് എന്നവരും അബൂ ഹുറൈറ എന്നവരും. ഇവർക്ക് അഞ്ചാക്കുള്ള പണി എന്താന്ന് പറഞ്ഞാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂടെ നിഴലായി ഇങ്ങനെ പിന്തുടർന്ന് ഇൽമ് നേടിയെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഓരോ ആളുകളും വ്യത്യസ്ത. കൂട്ടത്തിൽ കർഷകന്മാരുണ്ട്, ഓര് കൃഷിപ്പണി നടത്തുന്നു, ബാക്കി സമയം അവരുടെ ദീനി പ്രവർത്തനങ്ങൾ വിനിയോഗിക്കുന്നു. പക്ഷേ സർവോപരി നമ്മൾ കാണേണ്ടതായ ഒരു കാര്യം എന്താണ്? അവര് പല മേഖലകളിലും ഉണ്ടായി എങ്കിൽ പോലും അവർ ഏറ്റവും കൂടുതൽ ഏതൊരു വിഷയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അത് ദീനി പ്രചരണത്തിനായി. ആ കാര്യമാണ് ഇന്ന് പണ്ഡിതന്മാരായി നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഏറ്റവും വീഴ്ചയും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം നമ്മുടെ ഒരു പ്രൊഫഷനാക്കി മാറ്റിയാൽ പോരെ. ഇത് ദീനി പ്രചരണം എന്ന് പറഞ്ഞത്, അതിന്റെ ദഅവത്ത് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ദൂര ദിക്കിൽ പോയിട്ട് ഒരു ജോലി ചെയ്യണം എന്ന് പറഞ്ഞാൽ യോഗ്യരായ ഒരൊറ്റ കുട്ടീനും കിട്ടൂല. അപ്പോൾ അതെന്താ? ഞങ്ങൾക്ക് നാട്ടിൽ തന്നെ ഉണ്ട്. പക്ഷേ ഒരു കുട്ടിനോട് പറഞ്ഞു, ഞാൻ ഈ ദീനി ഖിദ്മത്തിന് വേണ്ടി ഇവിടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം തോന്നിപ്പോയി. അങ്ങനെ ചുരുക്കം ചില ആളുകൾ ഇല്ല എന്നല്ല
തന്നെ പറയുന്നത്. ഇന്നത്തെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ദീനി വിദ്യാഭ്യാസമൊക്കെ ഒരു ഭൗതികമായ കാഴ്ചപ്പാടിലൂടെ നമ്മൾ മാറ്റിയെടുത്തിരിക്കുകയാണ്. വെറും ഭൗതികമാണ്. നമ്മുടെ ദർശനത്തിലൊക്കെ അതൊക്കെ നമ്മളുടെ പ്രൊഫഷൻ. ഇത് മാറ്റിയെടുത്തുകൊണ്ട് സഹാബാക്കൾ നിർവഹിച്ച ആ കാര്യമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ഇപ്പോ സഹാബത്ത് പല ഭാഗത്ത് ലോകത്ത് സ്പ്രെഡായി കിടക്കുകയാണ്. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആതിഥ്യം നൽകിയത്. മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്ന ഇന്ന് പറയുന്ന ഇസ്താംബൂൾ എന്ന് പറയുന്ന സ്ഥലത്താ. ഞാനും മുഹമ്മദ് പൈസ കൂടി ഒന്നിച്ച് അവിടെ പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അയ്യൂബ് സുൽത്താൻ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. യസീദിന്റെ പട്ടാളത്തിൽ ലതഫ്തഹന്ന ഖുസ്തന്തീനിയ നിയമൽ അമീർ അമീറുഹ നിയമൽ ജയ്ഷു ജയ്ഷുഹ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രവചനത്തിന്റെ സാക്ഷാത്കാരത്തിനായി സഹാബത്തിന്റെ കാലഘട്ടം മുതൽ തന്നെ പടപൊരുതാൻ ആരംഭിച്ചു. എന്താണ്? ലതഫ്തഹന്ന അൽ ഖുസ്തന്തീനിയ, നിങ്ങൾ കോൺസ്റ്റന്റിനോപ്പിൾ വിജയിക്കും, കോൺസ്റ്റന്റിനോപ്പിൾ നിങ്ങൾ കൈയടക്കും. നിയമൽ അമീറു അമീറുഹ, അതിലെ അമീർ നല്ലവനാണ്. നിയമൽ ജയ്ഷു ജയ്ഷുഹ, ആ സേന നല്ല സേനയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോ ആളുകൾ പോകാൻ തുടങ്ങി. പക്ഷെ കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ റോം. നമ്മൾ പറയുന്ന അലിഫ്ലാമി ഉലുബത്തി റൂം ഫി അതിനെല്ലാം എവിടൊക്കെ നമ്മളൊരു പാട് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ റൂം എന്ന് പറഞ്ഞാൽ ഈ വത്തിക്കാൻ സിറ്റി അല്ല. വത്തിക്കാൻ സിറ്റി പിൽക്കാലത്തുണ്ടായ റോമ റോമ എന്ന് പറഞ്ഞാൽ ആ ഉലുബത്തി റൂം എന്നൊക്കെ ഈ പറഞ്ഞ ഇസ്താംബൂളാ. ഈ കോൺസ്റ്റന്റിനോപ്പിൾ കോൺസ്റ്റൈൻ ചക്രവർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 400 കൊല്ലം മുമ്പ് ജീവിച്ച ആളാണ് കോൺസ്റ്റൈൻ ചക്രവർത്തി. ആ കോൺസ്റ്റൈൻ ചക്രവർത്തിയാണ് യഥാർത്ഥത്തിൽ ഈ കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറഞ്ഞ നഗരം ഉണ്ടാക്കിയത്. അപ്പൊ ക്രിസ്തീയ നഗരമാണ്. ഒരുപാട് പടവരുതി ആർക്കും കിട്ടിയില്ല. എത്ര കൊല്ലം? ഒരു 10, 600, 700 കൊല്ലം പല പടപ്പുറപ്പാടുണ്ടായി. ആളുകൾക്ക് സംശയമായി, പടച്ച തമ്പുരാന ഇതിപ്പോ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവചനം നടത്തിയിട്ടേ ലതഫ്തഹന്ന, വളരെ തേക്കീതിന്റെ നൂനൊക്കെ ഇട്ടുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്തായാലും വിജയം വരിക്കും. നിയമൽ അമീറു അമീറുഹ നിയമൽ ജയ്ഷു ജയ്ഷു, എന്തായാലും നമ്മൾ അതായേ പറ്റൂ എന്നതിൽ 100-800 കൊല്ലക്കാലം ഇജ്ജ് കിട്ടിയില്ല. അവസാനമാണ് ഉസ്മാനിയ സാമ്രാജ്യം ഇവിടെ വരുന്നത്. അതാണ് ഉസ്മാനിയാക്കളുടെ പ്രത്യേകത. ഓട്ടോമൻ സാമ്രാജ്യം. ആ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ മുഹമ്മദുൽ ഫാത്തിഹുൽ ഖുസ്തുന്തീനിയ, മഹാനായ മുഹമ്മദ്, അദ്ദേഹം ഈ ഉസ്മാനി ഭരണ സ്ഥാപകനല്ല. ഭരണസ്ഥാപകന്മാർ അതിന്റെയും ഒരു 4 തലമുറ അങ്ങേപ്പുറമാണ്. 1500കടുത്താണ്. നിങ്ങൾ മനസ്സിലാക്കണം, 1500കടുത്താണ് ഈ പറയുന്ന ഇസ്താംബൂൾ നമ്മുടെ കൈവശം കിട്ടുന്നത്. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തുടങ്ങിയിട്ട് ഇത്ര സുദീർഘമായ കാലം കഴിഞ്ഞ് 1500, അതായത് കിട്ടിയിട്ട് 500 കൊല്ലമായിട്ടുള്ളൂ. അങ്ങനെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ചർച്ച്, ആ ചർച്ചിന്റെ പേരാണ് അയാ സോഫിയ, ഹാഗിയ സോഫിയ എന്നൊക്കെ പറയും. അത് ആരുണ്ടാക്കിയതാ? ഈ പറഞ്ഞ കോൺസ്റ്റൈൻ ചക്രവർത്തിയുടെ ഉമ്മാന്റെ പേരിൽ മഹാൻ ഉണ്ടാക്കിയതാ. അതൊന്നും അതേമാതിരി ഉണ്ട്. അതിന്റെ മുകളിലൊക്കെ ഇപ്പോഴും ചിത്രങ്ങളുണ്ട്. അന്ന് പിരിവ് നടത്തിയ വല്ലാത്തൊരു അതിശയമാണ്. 2000-ഓളം കൊല്ലം, 1800 കൊല്ലം മുമ്പ് പിരിവ് നടത്തിയ അതിന്റെ ചിത്രങ്ങൾ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുക. കോൺസ്റ്റൈൻ ചക്രവർത്തി അന്നത്തെ ഇതിന്റെ പണ്ഡിതന് കൊടുക്കുന്ന സംഭാവനയുടെ അതേ യഥാർത്ഥ ഫോട്ടോകൾ അവിടെ ഉണ്ട്. അങ്ങനെ ആ സാധനം അവിടുത്തെ ക്രിസ്ത്യാനികളൊക്കെ ഒന്നായിട്ട് മുസ്ലിം ആയപ്പോ ആ ചർച്ച് പള്ളിയാക്കി മാറ്റി. അങ്ങനെ പള്ളിയാക്കിയിട്ട് ആ പള്ളി ഒരുപാട് കാലം പള്ളിയായി നിലനിന്നു. അങ്ങനെ 1-ാം ലോക മഹായുദ്ധ കാലഘട്ടം 1914 തുർക്കികൾ തകർന്നു. ആ തുർക്കികൾ തകർന്നതോടുകൂടെ ലോകത്തിന്റെ പരാജയത്തിന്റെ തുടക്കം. നമ്മളെ പണ്ഡിതന്മാർ എത്ര കാന്തദർശികളാണ്, നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മളെ ഏറനാട്ടിലെയും വെള്ളുവനാട്ടിലെയും കാക്കമാര് എന്തും പറഞ്ഞ സമരത്തിനിറങ്ങിയത് ഖിലാഫത്ത് മൂവ്മെന്റ്. ഖിലാഫത്ത് മൂവ്മെന്റ് അല്ല, ഖിലാഫത്ത് ലഹള. എന്താ ഖിലാഫത്ത് ലഹള എന്ന് പറഞ്ഞാല്? ആലി മുസ്ലിയേക്കും വാര്യംകുന്നത്ത് ഇതിനൊക്കെ ഇവിടെ ഭരിക്കാനാണോ? അതല്ല ഖിലാഫത്ത്. അങ്ങനെ ഖിലാഫത്തായിരുന്നെങ്കിൽ എങ്ങനെ കോൺഗ്രസ് അതിന് ചുക്കാൻ പിടിക്കോ? കോൺഗ്രസ് ആണല്ലോ, മാധവൻ നായരും മറ്റുള്ള ആളുകളൊക്കെ അല്ലേ
ഖിലാഫത്ത് മൂവ്മെന്റ് എന്നാ പറയുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തുർക്കിയിലെ ഉസ്മാനിയ ഖിലാഫത്ത് നിലനിർത്തണം. അതാണ് നമ്മളെ പണ്ഡിതന്മാർ ചിന്തിച്ചത്. തുർക്കിയിലെ ഇസ്ലാമിക ഖിലാഫത്ത് നിലനിർത്തി കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരൻ പരാജയപ്പെട്ടു. ആ ബ്രിട്ടീഷുകാരൻ പരാജയപ്പെട്ടാൽ നമ്മളെവിടെയും പരാജയപ്പെടും. ആ ഒരു വലിയ തന്ത്രമാണ് ആവിഷ്കരിച്ചത്. ഉസ്മാനിയ ഖിലാഫത്ത് അസ്തമിച്ചതിന്റെ അനന്തര ഫലമാണ് ഈ ഒരു നൂറ്റാണ്ടിൽ മുഴുവനും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീൻ വെട്ടിമുറിക്കാൻ കാരണം ഉസ്മാനിയ ഖിലാഫത്ത് അസ്തമിച്ചതോടുകൂടെ പിന്നീട് ബ്രിട്ടീഷുകാരുടെ കരങ്ങളിലാണ് ലോകം വരുന്നത്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ വെറുതെ പറയണമെന്നല്ല. ഓല സൂര്യൻ ഒരിക്കലും അസ്തമിക്കൂല. കാരണം ഇപ്പൊ നമ്മക്കൂടെ സൂര്യൻ അസ്തമിച്ചു. കുറെ കൂട്ടക്കാർക്ക് നേരെ പറയും ഒരുപാട് ഭാഗത്ത് ഇപ്പൊ സൂര്യൻ അസ്തമിക്കാതിരിക്കണം. അതൊക്കെ അവരെ ഭരണപരിധിയിലാണ്. അത്രയും വിശാലമായ ഭരണപരിധി അവർക്കുണ്ടായി. അപ്പോ എന്തായെന്ന് പറഞ്ഞാൽ ഈ പള്ളി നമുക്ക് നഷ്ടപ്പെട്ടു. ആ പറയുന്ന അയാ സോഫിയ 1935 അതുവരെ പൂട്ടിക്കടന്നു, ഒരു മ്യൂസിയം ആക്കി മാറ്റി. ഇപ്പോഴും പള്ളിയാണ്, നിസ്കരിക്കാൻ പാടില്ല, ഒന്നുമില്ല, ഒരു ഏർപ്പാടുമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആ ചരിത്രം പറയലല്ല, നമ്മുടെ സഹാബത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ അങ്ങ് കടന്നു ചെല്ലുമ്പോൾ എല്ലാ രംഗത്തും അവര് മുൻനിരയിലായിരുന്നു. ഇപ്പൊ ഭരണം ഒരു ചെറിയ ഭാഗം മാത്രമായിട്ട് കാണുള്ളൂ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടം മാത്രമാണ് മദീന ലോക മുസ്ലിങ്ങളുടെ ക്യാപിറ്റൽ സിറ്റിയായി മാറിയത്. പിന്നീട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ മുസ്ലിം വേൾഡിന്റെ ഒരു ആസ്ഥാനമായി മാറുകയാണ്. പിന്നെ മദീനയിലേക്ക് അത് തിരിച്ചു വന്നിട്ടില്ല, മക്കയിലേക്കും തിരിച്ചു വന്നിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം അതെന്താണ് കാരണം. സഹാബത്ത് അവിടെ എല്ലാം സ്പ്രെഡായി. മദീനയിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു ഭരണം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഇന്നത്തെ ഇറാഖിൽപ്പെട്ട കൂഫ എന്ന് പറയുന്ന സ്ഥലത്താണ്. കൂഫയിലാണ് മഹാനവറുകൾ ആസ്ഥാനമാക്കിയത്. ആ കൂഫയായിരുന്നു അന്ന് മുസ്ലിം ലോകത്തിന്റെ ആസ്ഥാനം. പിന്നീട് ബസറക്കന്ന് വലിയ സ്വാധീനമായിരുന്നു. ആ സ്വാധീനത്തിന്റെ അനന്തരഫലമാണ് നമ്മൾ ഇന്ന് നെഹ്വിന്റെ കിതാബൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോ പലർത്തും പറഞ്ഞേക്കാം ഖിലാഫത്തുൽ കൂഫിയൻ, ഖിലാഫത്തുൽ ബസറിയൻ. എന്താ ബസറക്കാർക്ക് ഇത്ര പ്രത്യേകത? കൂഫിയും ബസറിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, 100-300 കിലോമീറ്ററിന്റെ മാറ്റേ ഉള്ളൂ. പക്ഷേ അക്കാലഘട്ടം അബു സഈദ് ദുവലി നെഹ്വിന് രൂപം നൽകിയ ആളുകളൊക്കെ അന്ന് അവിടെയായിരുന്നു. അപ്പൊ അത്രയും അധികം സഹാബത്താണെന്ന് കൂഫയിലുള്ളത്. കൂഫയിൽ മറപ്പെട്ട് കിടക്കുന്ന സഹാബത്തിന് കയ്യും കണക്കുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നേരെ പോകുന്നത് സിറിയയിലെ ഡമസ്കസിലേക്കാണ് മുസ്ലിം വേൾഡിന്റെ ആസ്ഥാനം. പിന്നീട് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു തരികയാണ് ഇറാഖിലെ തന്നെ സാമിറ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇറാഖിലെ സാമിറയിലേക്കാണ് പിന്നീട് ഇസ്ലാമിന്റെ ഭരണം. അവിടെയൊക്കെ സഹാബത്ത് നിരവധി അന്വേഷണം കൊള്ളുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പോകുന്നത് മദിയൻ എന്ന് പറയുന്ന സ്ഥലമാണ്. മദിയൻ എന്ന് പറഞ്ഞാൽ ബഗ്ദാദിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ അകലെയുള്ള, ഇപ്പൊ അവിടേക്കൊന്നും പോകാൻ പറ്റില്ല, അവിടെ IS-ന്റെ പിടിയിലും വലിയ പ്രശ്നമുള്ള സ്ഥലങ്ങളാണ്. അവിടെയാണ് മഹാനായ ഹുദൈഫത്ത് ബിനുൽ യമാൻ, അബ്ദുല്ലാഹ് ബിൻ ജാബിർ, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഈ 3 സഹാബത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടെയാണ്. അതും തന്നെ വളരെ വസ്തുതാപരമായ ഒരു സംഭവം കൂടി അവിടെ ഉണ്ട്. സഹാബത്തിന്റെ ശരീരമൊന്നും ജീർണിക്കുകയില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് 921 കിട്ടിയിട്ടുണ്ട്. 1921 വലിയ ചരിത്ര സംഭവം നടന്നു. ഈ അബ്ദുല്ലാഹ് ബിൻ ജാബിർ അതുപോലെ തന്നെ ഹുദൈഫത്ത് ബിൻ യമാൻ രണ്ടാളും കൂടി സ്വപ്നം കാണിക്കുകയാണ്. അന്നത്തെ തുർക്കിയാണ് ഭരിക്കുന്നത്. തുർക്കി ഖലീഫാക്ക് അതിന്റെ പൂർണ്ണമായി ഒന്നും അസ്തമിച്ചിട്ടില്ല. ഭാഷ, അന്നത്തെ ഭാഷക്ക് ഒരു സ്വപ്നം കാണിക്കുകയാണ്. എന്താണെന്നറിയോ? എന്റെ ഖബറിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ജാബിറിന്റെ ഖബറ് നനവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളെ ഖബറൊന്ന് മാറ്റി തരണം ഇവിടുന്ന്. ഇതൊക്കെ നമ്മൾക്ക് ജീവിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ്. നമ്മളെ ഖബറൊന്ന് മാറ്റി തരണം. 3 ദിവസം അന്നത്തെ ഖലീഫയല്ല, അന്നത്തെ ഭാഷയ്ക്ക് സ്വപ്നം കിട്ടി. അങ്ങനെ മൂപ്പരത് മൈൻഡ് ചെയ്തില്ല. 4ാമത്തെ ദിവസം അവിടുത്തെ ഖാലിക്കാണ് സ്വപ്നം. എന്റെ പ്രസംഗം അവസാനിപ്പിക്കും, വിഷയാവതാരന്മാരൊക്കെ വന്നിട്ടുണ്ട്. 4ാമത്തെ ദിവസം ഖാലിക്കാണ് സ്വപ്നം കാണിക്കുന്നത്. എന്താ സ്വപ്നം കാണിച്ച് പറയുന്നതെന്നറിയോ? 3 ദിവസമായി നമ്മൾ ഭാഷയ്ക്ക് ഇങ്ങനെ സ്വപ്നം കാണിച്ചു കൊടുക്കണം, ഒരു ഫലമില്ല, അതുകൊണ്ട് നിങ്ങളൊരു നിലപാടിക്കണം. മഹാനവറുകൾ ഉടനെ തന്നെ ആ ഭാഷയുടെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു. ഓ, സംഗതി ശരിയാണ്, ഞാൻ 3 ദിവസമായിട്ട് ഒരു സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഹുദൈഫത്ത് ബിൻ യമാനിനെ അബ്ദുല്ലാഹ് ബിൻ ജാബിറിനെ ടൈഗ്രീസ് നദിക്ക് കരയിൽ
മറവ് ചെയ്ത അവരുടെ മൃതശരീരം അവിടെ നിന്ന് പൊക്കുമ്പോൾ 1300 കൊല്ലം കഴിഞ്ഞിട്ട് യാതൊരു പോറലുമില്ല, രക്തത്തിന്റെ കറകൾ പോലും ഉണ്ടായത്. അങ്ങനെ ആ ഡെഡ് ബോഡി നേരെ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കടക്കുന്ന അതിന്റെ തൊട്ടടുത്ത് മറവിൽ ഈ 3 മഹാന്മാരുടെ മഖ്ബറ അവിടെ. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇവരെത്തി. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പൊ മ്യാൻമറിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ മ്യാൻമറിൽ ആരാണ് ഇസ്ലാമിക പ്രചരണം നടത്താൻ നിയോഗിതനായത്? മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ചൈനയിൽ ഇസ്ലാമിക പ്രചരണം നടത്തി. ബീജിംഗിൽ നിന്ന് 2200 കിലോമീറ്റർ അകലെയുള്ള കോങ്സു എന്ന് പറയുന്ന സ്ഥലത്ത് മഹാനവറുകൾ എത്തിപ്പെടുകയും അങ്ങനെ അവിടെ ഇസ്ലാമിക പ്രചരണം നടത്തുകയും അവിടെ തന്നെ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഈ ഏരിയകളൊക്കെ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അടുത്ത ഏരിയയാണ്. മ്യാൻമർ, ചൈന, അതൊക്കെ ഒരേ വർഗവും ഒരേ സ്വഭാവവും ഒരേ പ്രകൃതിയും ഒക്കെ ഉള്ള ആളുകളാണ്. അങ്ങനെ ലോകത്തിന്റെ ഏത് ഭാഗത്തും ഇസ്ലാമിക പ്രചരണം നടത്തിയവരാണ് സഹാബത്ത്. നമ്മൾ ഇന്ന് ഈ ദൗത്യം എത്ര കണ്ട് നിർവഹിക്കുന്നുണ്ട്. നമ്മൾ ലോകത്തൊന്നും പോകണ്ട, അന്യ സംസ്ഥാനത്തിൽ പോയിട്ട് അവിടെ കുറച്ച് കുട്ടികൾക്ക് ഇസ്ലാമിക പ്രചരണം പ്രബോധനമൊക്കെ നടത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ആളാണ് അതിന് തയ്യാറാകുന്നത് അറിയോ? ഒറ്റ കുട്ടി ഉണ്ടാവില്ല. നമ്മൾക്ക് അനുഭവമാണ് ഈ പറയുന്നത്. പല ദേശങ്ങളിലേക്കും ആള് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ പെര വിടാൻ പറ്റൂല, നാട് വിടാൻ പറ്റൂല. ഒരൊറ്റ മഹാന്മാരുടെ ചരിത്രം പറഞ്ഞാൽ ജനിച്ച നാട്ടിൽ മരിച്ച ആളുകൾ കുറവാ. ഈജിപ്തിലൊക്കെ ഞാൻ നോക്കി ഒരുപാട് മഹാന്മാരായ ആളുകൾ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ജനിച്ച നാട്ടിൽ ആരും മരിച്ചിട്ടില്ല. നമുക്കൊരു പ്രമാണമുണ്ട്, ജനിച്ച നാട്ടിലേ മരിക്കാവൂ. ഈ സഹാബത്ത് മുഴുവൻ ലോകത്തിന്റെ പല ഭാഗത്ത് ഇങ്ങനെ വ്യാപിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടിയായിരുന്നു. അവരിലൂടെയാണ് അവരുടെ പ്രഭാവം എത്ര കണ്ടുണ്ടോ അത്ര കണ്ടാണ് ആ നാടിന്റെ നന്മ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രഭാവം അക്കാലഘട്ടത്തിൽ ഉണ്ടായത് കൊണ്ടാണ് അൽഹംദുലില്ലാഹ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ജാമിയ നൂരിയ സ്ഥാപിക്കാനും ഇതുപോലെ ഒത്തുചേരാനൊക്കെ ഉള്ള അവസരം കിട്ടുന്നത്. നമ്മുടെ പിന്നിലുള്ള ബംഗാളികളായ നമ്മുടെ അവിടുത്തെ വലിയ നേതാക്കന്മാരും സുഹൃത്തുക്കളും ഇരിക്കുന്നുണ്ട്. നമ്മളെ ഷംസുസമാൻ, ഖമറുസമാൻ, അതുപോലെ അതുപോലെ ഇല്യാസ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ കൽക്കത്തയിൽ ഇപ്പോൾ അടുത്തൊരു ഫംഗ്ഷനിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ കൽക്കത്തയിൽ ആ ഫംഗ്ഷനിൽ നമ്മളെ വിഷയം ഞാൻ പറഞ്ഞിരുന്നത് എന്തായിരുന്നു പറഞ്ഞാൽ, ബംഗാളിലെ ഇസ്ലാമികമായ പാരമ്പര്യം ഒരു 600 കൊല്ലത്തെ പഴക്കേ ഉള്ളൂ. സഹാബത്തിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹിക്കാനുള്ള നാട് ആസാമിനും ബംഗാളിനും ഉണ്ടായിട്ടില്ല. അതേസമയത്ത് അത് എവിടെയുണ്ടോ, ഇപ്പൊ മൊറോക്കോ, കെനിയ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ, അതുപോലെ അൾജീരിയ, തുനേഷ്യ, അൾജീരിയയിലും തുനേഷ്യയിലും കണ്ടമാന സഹാബത്താണ്, യുദ്ധത്തിന് പോയി രക്തസാക്ഷികളായ സഹാബത്താണ് അവിടെ ഉള്ളത്. മൊറോക്കയിലെ മറാക്കിഷ് എന്ന് പറയുന്ന സ്ഥലം 7 മഹാന്മാരുടെ തൂണുകളാണ് മറാക്കിഷ് നഗരത്തിൽ നാട്ടിയിരിക്കുന്നത്. സപ്തം എന്താന്ന് പറഞ്ഞാൽ ഈ സപ്തർഷികൾ മൂലമാണ് ഈ നാട് നിലനിൽക്കുന്നത് എന്നാണ്. 7 വലിയ തൂണ് കാണാം മറാക്കിഷ് നഗരത്തിൽ. സപ്തർഷികളുടെ ആ കാരണം കൊണ്ടാണ് ഈ നാട് നിലനിൽക്കുന്ന ആവശ്യം. അപ്പൊ എല്ലായിടത്തും അവരുണ്ട്. അപ്പൊ സ്വാഭാവികമായും കേരളത്തിൽ, ഇന്ത്യയിൽ വെച്ച് ആദ്യമായി ഇസ്ലാം എത്തിയത് കേരളത്തിലും അതുപോലെ തന്നെ മറ്റൊരു കടലോര മേഖലയായ ഗുജറാത്തിലുമാണ്. അതാണ് ചരിത്രം പറയുന്നത്. ഈ കേരളത്തിൽ ഏതൊരു സമയത്ത് ഇസ്ലാം വന്നോ ഏറെക്കുറെ ആ സമയത്ത് തന്നെ ഗുജറാത്തിൽ വന്നിട്ടുണ്ട്. ഗുജറാത്തിലും തന്നെ ചില പ്രദേശങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല, വളരെ ഇസ്ലാമികമായ വളരെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അതായത് ഉത്തരേന്ത്യയെക്കാളൊക്കെ എത്രയോ മികവിലാണ്. അവിടെ ഇവിടുത്തെ പണ്ഡിതന്മാരൊക്കെ ഗൾഫിലും അവിടെ ഇവിടെയാണെങ്കിൽ അവിടുത്തെ പണ്ഡിതന്മാരൊക്കെ അധികം ഫ്രഞ്ചിലും മറ്റേ ന്യൂസിലാൻഡിലും ഒരുപാട് എനിക്ക് പരിചയമുള്ള ആളുകളുണ്ട്. അപ്പോ ഈ സഹാബത്ത് ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ കാലെടുത്ത് വെച്ചോ അവിടെയെല്ലാം തന്നെ അതിൻ്റെതായ ഒരു മഹത്വം നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായും വ്യക്തമായും കൊണ്ട് ഏതൊരു സഹാബിയാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന് വളരെ വ്യക്തമായ രേഖാപരമായി നമ്മൾക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, സഹാബത്തിന്റെ പാദസ്പർശം കൊണ്ട് നമ്മുടെ നാട് അനുഗ്രഹീതമാകാനുള്ള സാധ്യതയാണ് 99%. അതിന്റെ ഒരു അനന്തര ഫലമാണ് നമ്മൾ ഇനി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ. അപ്പൊ സഹാബത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ചില്ലറക്കാരല്ല. അവരെ കുറ്റം പറഞ്ഞാൽ, അവരെ ചീത്ത പറഞ്ഞാൽ പിന്നെ അവർക്ക് ദീനില്ല, എന്തെന്നെ പ്രവർത്തനം നടത്തിയാലും വേണ്ടില്ല. ഇപ്പൊ ഷിയാക്കൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. എന്താണ് ഓലെ സ്വഭാവം? അലി റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങോട്ട് പൊക്കിയിട്ട്, സിദ്ദീഖുൽ അക്ബർ എന്നവർ, ഉമർ എന്നവർ ഇങ്ങോട്ട് താത്തിയിട്ട് എന്തിനധികം പറയുന്നു? അവർക്ക് വേണ്ടി ലഅനത്ത് ചെയ്യാണ്. എന്താ അതിന്റെ ഗൗരവം?
അബൂബക്കർ ഒരു ഷിയും ഓന്റെ ഒരു കുട്ടിക്ക് ഇന്നേ വരെ ലോകത്ത് അബൂബക്കറിന്റെ പേരിട്ടുണ്ടാവില്ല. അങ്ങനെ പേരിട്ടാണ് നമ്മളെ കുട്ടിക്ക് ഒരു ഗോപാലത്ത് പേരിട്ട മാതിരി മാത്രമേ ഇട്ടുണ്ടാവുള്ളൂ, ഒരിക്കലും ഇടൂല. ഇന്ന് ഇറാനിലെ സുന്നികൾ ഭയങ്കര പ്രശ്നങ്ങളാണ്. അഥവാ ചില ആളുകളുടെ പേരുകൾ വെക്കുകയാണെങ്കിൽ, അബൂബക്കർ ഉമറൊക്കെ വെക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ജോലിയില്ല. എന്റെ അനുഭവമാണ് അതും. ഒരു ഹംസ എന്ന് പറഞ്ഞ ഇറാനി എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അയാൾ പറയാം എൻ്റെ മകൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. ഞാൻ എന്താ ചോദിച്ചു, പേരെന്താന്ന് ചോദിച്ചു, മർവാനാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ലോകത്ത് ആ കുട്ടിക്ക് ജോലി കിട്ടൂലാണ്. മർവാൻ എന്ന് പറഞ്ഞ ഷിയാക്കൾക്ക് ചവിട്ടി അരക്കണ ആളാണ് മർവാൻ. മർവാന്റെ പേര് എന്തിനിടാൻ പോയി? അപ്പൊ നമുക്ക് അറിയില്ലായിരുന്നു, അങ്ങനെ ഇട്ടതാണ്. അപ്പൊ ചുരുക്കി വളരെ കഷ്ടപ്പാടിലാണ്. അപ്പൊ എന്താ, സഹാബത്തിനെ ചീത്ത പറയുകയും അവരുടെ നേതാക്കന്മാരുടെ ഒരു പ്രസംഗത്തിൽ പോലും നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇന്നേ വരെ ഉമർ എന്ന പേര് ഏതെങ്കിലും ഒരു ഷിയ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഷിയ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ബോംബെയിൽ മുമ്പ് ഒരു വലിയ കുഴപ്പമുണ്ടായി. എന്താണ്, അബൂബക്കർ സിദ്ദീഖ് എന്നവർ ഉമർ എന്നവരും പേര് പറഞ്ഞ് ലൈനത്ത് ചെല്ലുക. മുസ്ലിങ്ങൾക്ക് ഇങ്ങോട്ട് ആവേശം കയറി. അവസാനം പോലീസ് വെടിവെപ്പിൽ അവസാനിച്ചത് 10-20 കൊല്ലായി. അതുപോലെ ഇന്ത്യൻ മുസ്ലിങ്ങൾ തന്നെ ഈ ഷിയ വർഗത്തിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ആസഫുദ്ദൗല, ഷുജാഉദ്ദൗല, അയോധ്യ, അവധ് എന്ന പഴയ കാലത്ത് അയോധ്യക്ക് പറയുന്ന പേര്. ഈ ആസഫുദ്ദൗലയും ഷുജാഉദ്ദൗലയൊക്കെ ഭരിക്കുന്ന ഡൽഹിയിലും അതുപോലെ തന്നെ ഡൽഹിയിലല്ല കൂടുതലുണ്ടായിരുന്നത്, ഇവിടെ ആഗ്രയിലും അതുപോലെ ലക്നൌയിലുമാണ്. ലക്നൌവിലെ പ്രധാന കാഴ്ചകൾ ഭൂൽബുലയ്യ, അതേപോലെ ബാറ ഇമാം, ഇതൊക്കെ ഷിയയുമായി ബന്ധപ്പെട്ടതാ. അക്കാലഘട്ടത്തിൽ ജീവിച്ച ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ പരമ്പരയിൽപ്പെട്ട പണ്ഡിതന്മാർക്ക്, മഹാനായ അബ്ദുൽ അസീസ് എന്നവർക്കൊക്കെ വളരെയധികം പീഡനങ്ങൾ ഇവരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സഹാബത്തിന്റെ ചീത്ത പറയുന്ന വിഭാഗമാണ് പല ആളുകളും. ഇപ്പം എന്താന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു മൊത്തം ഒരു ഇസ്ലാമികമായി ഇങ്ങനെ കണ്ടുകൊണ്ട്, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സഹാബത്തിനെ റളിയല്ലാഹു പറയട്ടെ, അല്ലാഹു തആല ഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന യുബായിഉനക സഹ്സ എന്ന് അല്ലാഹു തആല ഗുഡ് സർട്ടിഫൈ ചെയ്ത ആ വിഭാഗത്തെ നമ്മൾ അതൃപ്തിപ്പെട്ടാൽ അത് വലിയ നാശമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചരിത്രം കൂടുതൽ മനസ്സിലാക്കുന്നത് അത്ര വലിയ നല്ലതല്ല എന്ന് മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ് ഞാനുള്ളത്. എല്ലാവരും പറയും നമ്മൾ ചരിത്ര പഠനത്തിൽ വളരെ മോശമാണ്, പിന്നിലാണ്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് വയസ്സ് ആയതോടുള്ള ചിന്തകളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ, പിന്നെ ചരിത്രം കൂടുതൽ പഠിക്കേണ്ട എന്നുള്ളതാണ്. അപ്പോ ചരിത്രം വല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ഉണ്ടാകുക, ഈ സഹാബത്തിന്റെ ഇടയിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അത് ചിലപ്പോൾ നമ്മൾക്ക് അത് ശരിക്കും കീപ്പ് ചെയ്യാൻ കഴിയാതിരുന്നാൽ മനസ്സാക്ഷി കുത്തുവരും. അവർ തമ്മിലുണ്ടായ സംഘടനകൾ എന്താ അങ്ങനെയൊക്കെ സംഭവിച്ച്, അതിനൊക്കെ ഓരോരോ ന്യായീകരണങ്ങളും ഓരോ കാരണങ്ങളുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഗർബല യുദ്ധത്തിൽ ഒരുപാട് സഹാബത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പോകാൻ ആകെ 80 ആളാണ്ടായത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടി നയിക്കുന്ന ഒരു യുദ്ധത്തിന് പോകാൻ ആകെ 80 ആളെ കിട്ടിയതുള്ളൂ. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മദീനയിൽ നിന്നാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു യാത്ര തിരിക്കുന്നത്. ഒപ്പമുള്ളത് ആകെ 80 ആള്. എന്നിട്ട് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് വെച്ചുകൊണ്ട് പടപെട്ട് നടക്കുകയാണ്. പോകുന്ന സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് എന്നവരെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ എന്റെ കുട്ടി പോകരുത്. പക്ഷെ എന്താ, ഹുസൈൻ റളിയല്ലാഹു അൻഹു അൽ കൂഫി ലാ യൂഫി അന്നുണ്ടായ ആപ്തവാക്യ. കൂഫക്കാര് പറഞ്ഞു, ഇങ്ങോട്ട് വന്നോളും, ഞങ്ങൾ ഇത്രയും ആളുകൾ ബയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു സാദ ചിന്തിക്കുന്ന ആളാണ്. മഹാനവറുകൾ എന്ത് മനസ്സിലാക്കി, ഇത്രയും ആളുകൾ ബയ്യത്ത് ചെയ്തു എന്നാൽ സത്യമാവുമല്ലോ. അവിടെ ചെന്ന് നോക്കുമ്പോ ഇവരെ ബയ്യത്തൊന്നുമില്ല. യസീദിന്റെ പട്ടാളം ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിൽ വഴിയിൽ കാത്തിരിക്കുകയാണ്. ഈ ഒരു ഒറ്റ ജന്തുക്കളി കണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അൽ കൂഫി ലാ യൂഫി അന്ന് കിട്ടിയൊരു മുദ്രാവാക്യ. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ പറയും ചില നാടിന് പുരോഗതി ഇല്ല, അധോഗതിയാണെന്നൊക്കെ പറയും. എന്താ, ഇതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ടാവും. അതിന്റെ ശേഷം കുറച്ചു കാലം അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് കൂഫ സാമ്രാജ്യം വളരെ ഉഷാറായെങ്കിൽ പിന്നെ ഇങ്ങോട്ട് പൊട്ടിത്തളർന്ന് ഇന്ന് നഗരം എന്ന് പോയിട്ട് ഏതോ ഒരു കുഗ്രാമത്തിന്റെ പ്രതീതിയാണ് കൂഫ നഗരത്തിനുള്ളത്. എന്താണ് കൂഫ നഗരം ഈ ഒരു ദുര്യോഗത്തിന് വിഷമതനുണ്ടായ കാരണം? ഒന്നിത് തന്നെ. രണ്ടാമതായിട്ട് പിന്നീട് വന്ന ഭരണാധികാരികൾ മുഴുവൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല അറുത്തുകൊണ്ട് ഒരു കുന്തത്തിന്റെ തലയിൽ കുത്തി ആ കൂഫ നഗരത്തിലൂടെ പ്രദക്ഷിണം ചെയ്തു, ചുറ്റിങ്ങനെ നടന്നു. അവസാനം ഒരു പട്ടാളത്തിന്റെ കമാൻഡർ ഇബ്നു സയ്യാദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മൂക്ക് ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഓ ഹുസൈൻ അല്ലേ, ഹുസൈൻ എന്നാ നല്ല ചൊറുക്കുള്ള ആള് എന്നാണല്ലോ. എന്ത് ചൊറുക്കുള്ളത്? ആര് മൂക്ക് പൊന്തിച്ചാ കുറച്ച് വൈകൃതാവൂലേ?
അത്തറാക്കി അവസാനം എന്തായി എന്ന് പറഞ്ഞാൽ ആ ബൈത്തുൽ ഇമാറയിൽ പിന്നീട് അധികാരത്തിൽ വന്ന 6 ഭരണാധികാരികൾക്കും ഇതേ ദുര്യോഗം ഉണ്ടായത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ മൂക്കിൽ കയറിട്ട് വികൃതമാക്കിയ ആള് മരിച്ചു കിടക്കണ ആ ആളുടെ തല അവിടെ കൊണ്ടുവന്ന് വേറെയും ഒരുപാട് തല കൂട്ടിയപ്പോ ഒരു പാമ്പ് ഇങ്ങനെ വരും. പാമ്പ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ മൂക്ക് കൂടി ഇങ്ങനെ കയറി ഈ മൂക്ക് കൂടി ഉണ്ടാകും. എത്ര തല മാറ്റി വെച്ചാലും അത് കിടക്കാതിരിക്കൂല. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, പടച്ചോനെ മൂക്ക് കൂടി ഇപ്പൊ എങ്ങനെ ഒരു പാമ്പ്, ഇത് സുയൂത്തി ഇമാം താരീഖുൽ ഖുൽവയിൽ വളരെ സവിസ്തരം 6 തലകൾ വന്നു എന്നുള്ളത്. ഞാനിങ്ങനെ വിചാരിച്ചു, എങ്ങനെ ഇപ്പൊ മൂക്ക് കൂടി ഒരു പാമ്പ് കിടക്കുമോ? അതിന് മറുപടിക്ക് ഇപ്പളാ കിട്ടിയത്. വാട്സപ്പിലുണ്ട് ഒരു പെണ്ണ് മൂക്ക് കൂടി പാമ്പിനെ കടത്തണോ, മൂക്കിൻ്റെ ഉള്ളിൽ കൂടി പാമ്പിനെ കടത്തി കണ്ടപ്പോഴാണ് ഇത് സംഭവം ഇപ്പൊ അടുത്താ കണ്ടത്. ഞാൻ ഇങ്ങനെ എപ്പോഴും വിചാരിക്കും, മൂക്കിൻ്റെ ഉള്ളിൽ കൂടി പടച്ചോനെ എങ്ങനെ ഒരു പാമ്പ് കടന്നിട്ട് പിന്നെ എങ്ങനെ ഇതിലുണ്ട് ഇറങ്ങല്. അപ്പൊ നോക്കുമ്പോ മൂക്കിൻ്റെ ഉള്ളിൽ കൂടി പാമ്പിനെ കടത്തിയിട്ട് തൊള്ളൻ്റെ ഉള്ളിൽ കൂടി എടുക്കുകയാണ്. ഇപ്പൊ അടുത്ത് മനസ്സിലായില്ലേ? ചിലരൊക്കെ വാട്സാപ്പിലൊക്കെ അത് വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ജാതി ദുര്യോഗങ്ങളൊക്കെയാണ് സഹാബത്തിന് ചീത്ത പറഞ്ഞവർക്ക് ഉണ്ടായത്. ബഗ്ദാദിന്റെ ഉയർച്ചയ്ക്ക് ചില കാരണങ്ങളുണ്ടെങ്കിൽ തകർച്ചയ്ക്ക് ചില കാരണമുണ്ട്. ആ തകർച്ചക്കുള്ള കാരണം പ്രത്യേകിച്ചും ഇപ്പോ അവിടെ കാളിമിയ എന്ന് പറഞ്ഞ മൂസൽ കാളി മഹാനവരകളെ നിഷ്ഠൂരമായി വധിച്ച് പാലത്തിന്റെ ചോട്ടിലിട്ട് മറവ് ചെയ്യാൻ പോലും അനുവദിച്ചില്ല. ഇതൊക്കെ ഓരോ കാരണങ്ങളാണ്. അപ്പൊ സഹാബത്തിനെ അവഗണിച്ച, അവരവമതിച്ച, അവർക്ക് അംഗീകാരം നൽകാതിരുന്നാൽ അതിന്റെ ദുര്യോഗങ്ങൾ പല നാടുകളിലുണ്ടായിട്ടുണ്ട്. അവരാരാദരിച്ചോ ബഹുമാനിച്ചോ അതിൻ്റെതായ ഗുണവശങ്ങളുമുണ്ട്. അത് ആദരിച്ചവർക്ക് അതിൻ്റെ അതങ്ങനെ എല്ലാ ഇസ്ലാമിക പ്രബോധകന്മാരുടെ കഥയല്ല. നമ്മുടെ മഹാന്മാരായ പ്രബോധകന്മാർ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തുകാർ ആദരിച്ചു. ഇപ്പൊ ഇന്തോനേഷ്യ ഉദാഹരണം. ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്ലാം എത്തിയിട്ട് ആകെ കുറച്ച് കാലേ ആയിട്ടുള്ളൂ. പക്ഷെ എത്തിയപ്പോ ഒക്കെ ഹിന്ദുക്കളാണ്. ഇന്തോനേഷ്യ ഹിന്ദു രാജ്യ. പക്ഷേ എത്തിയ സമയത്ത് ഇവരൊക്കെ കണ്ട് മുസ്ലിമായി എന്ന് മാത്രമല്ല, രാജാക്കളും പ്രജകളും ഒന്നടങ്കം മുസ്ലിമായി. എന്താ കാരണം? ഇവരിൽ നിന്ന് പഠിച്ചെടുത്ത ആ ഇത് ഇവർക്ക് കാണാൻ കഴിയും. ഈ വലിയൊരു അതിശയാണ്. നമ്മൾക്കൊന്ന് ചിന്തിച്ചു നോക്കണ്ട. സുമാത്ര ആ നാട്ടിലെ രാജാവും പ്രജകളും ഒന്നടങ്കം മുസ്ലിമാണ്. ഇതൊന്നും അന്ധകാലത്തൊന്നല്ല, അടുത്തടുത്ത കാലങ്ങളിലാണ്. അപ്പൊ പ്രബോധകന്മാരുടെ ഗുണവശങ്ങൾ ഏതൊരു നാട്ടിൽ ചെന്ന് നോക്കിയാലും ആ പ്രബോധകന്മാരുടെ ഗുണവശങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രചാരണത്തിനും അതിന്റെ പ്രബോധനത്തിനും നിമിത്തമാകുന്നത്. അപ്പോ ആ രീതിയിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ കുറച്ചൊരു ഒരു മതപ്രബോധനം എന്നുള്ളത് ഒരു തൊഴിലല്ലാതെ കണ്ട് ഒരു ജീവിതത്തിലെ ഒരു സഫലിയായി കൊണ്ടിടക്കേണ്ടത്. എന്നാൽ നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മൾ വിചാരിക്കണം അമ്റുൽ മഅറൂഫ് നടക്കൂല, നഹി അനിൽ, അതൊക്കെ വെറുതെ പറയുന്നതാ. ഏത് ചങ്ങായിനോടും നല്ല കാര്യം കൊണ്ട് കൽപ്പിച്ചാൽ പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും അത് മാറിയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു സഹാബ എന്ന വിഷയം വെച്ചത് കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. എന്തൊക്കെ അറിയണം എന്നും എനിക്കില്ല. കാരണം എനിക്കിപ്പോ ഇതിനെ സംബന്ധിച്ച് എൻ്റെ മെയിൻ വിഷയം ഇതിന്റെ അവസാന ഭാഗത്തിൽ ഇതിനെ സംബന്ധിച്ച് കൺക്ലൂഡിങ് ഒരു സ്പീച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിനുള്ള എന്തെങ്കിലും അങ്ങോട്ടൊക്കെ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പറയാന്നുള്ളതായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഒരു അധ്യക്ഷ ഭാഷണമായിട്ട് വന്നിരിക്കുന്നത്. ഈ അധ്യക്ഷ ഭാഷണം എന്ന് പറഞ്ഞാൽ ദീർഘമാകാൻ പാടില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ട്. അല്പം നീണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ഇഷ്ടദാസന്മാരിലാക്കട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടി ത്യാഗം ചെയ്ത മഹാന്മാരായ ആളുകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ ആ നിലനിൽപ്പിന് വേണ്ടി ദാനം ചെയ്ത ബഹുമാനപ്പെട്ട ബാപ്പു ഹാജി, നമ്മൾ അദ്ദേഹത്തെ പ്രത്യേകം സ്മരിക്കേണ്ട ആളാണ്. അതുപോലെ ഒരുപാട് ആളുകൾ, അതുപോലെ നമ്മളെ ഇടയിൽ നിന്ന് അടുത്ത ദിവസത്തായിട്ട് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ അനുജൻ അടക്കമുള്ള ആളുകൾ. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സംഘടനയുടെ ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് വളരെ അസുഖമായിട്ട് കടപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. അള്ളാഹു മഹാനവറുകൾക്ക് ആയുർ ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. സംഘടനയും സമൂഹത്തെയൊക്കെ നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. അമിതമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന അപേക്ഷയോടെ.